IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെ തന്നെ നമുക്ക് ലക്ഷണങ്ങൾ കാണുന്ന മറ്റൊരു അസുഖമാണ് IBD എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരേപോലെയുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ ആളുകളിൽ കണ്ടുവരാറ്. IBD എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വരുന്നത് 2 അസുഖങ്ങളാണ് IBDയിൽ വരുന്നത്. ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസ്. ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി തന്നെ അമിതമായിട്ട് ഹൈപ്പറായിട്ട് വർക്ക് ചെയ്യും. അത് ശരീരത്തിന്റെ കോശങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് പലപ്പോഴും നീർക്കെട്ടും അല്ലെങ്കിൽ പുണ്ണ്, അൾസറൊക്കെ പോലെ ഉണ്ടാവുന്നതിനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഒന്ന് അൾസറേറ്റീവ് കൊളൈറ്റിസ്. അതുപോലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് വരുന്നത് നമ്മുടെ വൻകുടലിന്റെ ഭാഗത്ത് ചില ചെറിയ പുണ്ണുകളായിട്ടോ നീർക്കെട്ടായിട്ടോ ഒക്കെയാണ് നമ്മളതിന്റെ ബുദ്ധിമുട്ടുകൾ കാണാറ്. അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ വായ മുതൽ മലാശയം വരെയുള്ള ഭാഗങ്ങളിൽ ഏത് ഭാഗത്തും ഡീപ്പായിട്ടൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നത്, നീർക്കെട്ട് വരുന്നതിനെയാണ് നമ്മൾ ഈ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. IBDയുടെ ലക്ഷണങ്ങളിൽ വരുന്നതാണ്, പ്രധാനമായിട്ട് വരുന്ന ലക്ഷണമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോവുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുമ്പോൾ അതിൽ ബ്ലീഡിങ് ഉണ്ടാവുക, കുടലിൽ ചെറിയ ചെറിയ പുണ്ണുകൾ രൂപപ്പെട്ടിട്ട് അതിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് ഉള്ള ബ്ലീഡിങ്ങുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ വയറുവേദന കുറേ ആളുകൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ അസുഖങ്ങളുള്ള ആളുകളിൽ നമുക്ക് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് കുറച്ച് കൊണ്ടുവരാനും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ അവർക്കുള്ളത് അത് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു ടെൻഡൻസി ഉണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ വരുന്ന അസുഖമായതുകൊണ്ട് തന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഡൻസി, ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഈ അസുഖമൊക്കെ ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസിയെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്.